ഹായ്, നിങ്ങൾ കുടപ്പുളി ഇട്ട് മീൻ കറി വയ്ക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാതെ പോകരുത്. ഞാൻ കടയിൽ നിന്നും കുറച്ച് കുടപ്പുളി വാങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ കാണുന്ന പുളിയാണ് കടയിൽ നിന്നും വാങ്ങിയത്. ഇതിൽ നിന്നും ഉപയോഗിക്കാൻ ആവശ്യമായതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ കണ്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. കാഴ്ചയിൽ ഇത് കണ്ടാൽ ഏകദേശം നാടൻ പുളി പോലെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കഴുകിയെടുക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. നാടൻ പുളി ഉപയോഗിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഈ കാണുന്നതാണ് നാടൻ പുളി. ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ പുളി. ഇനി ഇത് തമ്മിൽ നമുക്ക് ഉള്ള വ്യത്യാസം നോക്കാം. ഇത് കണ്ടോ? ഇതിന് ഒരു ബ്രൗൺ കലർന്ന കറുപ്പാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ച പുളിക്ക് നല്ല കറുപ്പായിട്ട് കാണുന്നുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള പുളിയാണ്, ഞാൻ ഒരേ രീതിയിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. കണ്ടോ? ഇത് രണ്ടും ഒരേ സൈസ് പുളിയുടെ ചുളകളാണ് നമ്മൾ വെച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മളെ നാടൻ പുളിക്ക് ഒരു ബ്രൗൺ കലർന്ന കറുപ്പും ഇതിന് നല്ല കരിക്കറുപ്പുമാണ്. നാടൻ പുളിക്കും നല്ല കറുത്ത നിറം വരാറുണ്ട്. പുകയിട്ട് ഉണക്കുന്ന പുളിക്കാണ് അങ്ങനെ നിറം വരുന്നത്. ആ പുളി നമ്മൾ വെള്ളത്തിലിട്ട് 1-2 പ്രാവശ്യം കഴുകി കളയുമ്പോൾ തന്നെ ആ കറുപ്പ് കളർ അങ്ങ് മാറും. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഈ 2 പുളിയിൽ നിന്നും ഓരോ കഷ്ണം വീതം വെള്ളത്തിലേക്കിട്ട് കഴുകി കാണിക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം നാടൻ പുളിയിൽ നിന്ന് ഒരു കഷ്ണം ഇട്ടു. അടുത്ത പാത്രത്തിൽ കടയിൽ നിന്ന് വാങ്ങിയതും ഇട്ടു. കടയിൽ നിന്ന് വാങ്ങിയ പുളി വെള്ളത്തിലിട്ടതേ അതിനകത്ത് കളർ ഇളകാൻ തുടങ്ങി. നാടൻ പുളിക്കാകട്ടെ യാതൊരു വ്യത്യാസവുമില്ല. സാധാരണ നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഞെരടി കഴുകും. ഈ കടയിൽ നിന്ന് വാങ്ങിയ പുളിയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ ഇളകാൻ തുടങ്ങി. ഞാനത് ഞെരടിയിട്ടില്ല. ഇപ്പോഴാണ് അതൊന്ന് ഞെരടി കഴുകാൻ തുടങ്ങിയത്. ഇതൊന്ന് ഞെരടി എടുത്തപ്പോഴേക്കും എൻ്റെ കയ്യിലെല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഭയങ്കര തുരുമ്പ് നിറവും ഒരു ടാറ് പോലെ പറ്റിപ്പിടിച്ചു. ഞാനപ്പോൾ എൻ്റെ കൈ കഴുകി തുടച്ചതിന് ശേഷമാണ് ഈ നാടൻ പുളി കഴുകാൻ നോക്കിയത്. കണ്ടോ? അത് നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് ഞെരടിയെങ്കിലും ആ പുളിയുടെ തനതായ ഒരു കളർ മാത്രമേ അതിൽ നിന്ന് ഇളകി വന്നുള്ളൂ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഈ കടയിലെ പുളിയുടെ കളർ കണ്ടോ? ഒരു കട്ടൻ ചായയുടെ നിറം, നല്ല കടുപ്പമുള്ള കട്ടൻ ചായയുടെ നിറമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് മാറ്റി നോക്കാം. നമ്മൾ നാടൻ പുളിക്ക് അതേപോലെ കളറൊന്നും മാറി വന്നിട്ടില്ല. നമുക്കിനി ഈ വെള്ളം മാറ്റിയിട്ടൊന്ന് കഴുകി നോക്കാം. 2 പുളിയിലെയും വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി നോക്കാം. ഇനി നമുക്ക് അടുത്ത വെള്ളമൊഴിച്ച് ഒന്നും കൂടി കഴുകാം. 2ലും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് ഞെരടി കഴുകാം. അപ്പോഴും നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിയ പുളിയിൽ നിന്ന് കറുത്ത കളറാണ് ഇങ്ങനെ ഇളകി വരുന്നത്. പുളി വെറുതെ വെന്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉണ്ടോ? അതിൽ നിന്നെല്ലാം കലങ്ങി വരുന്നുണ്ട്. ഇതെന്താണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. നമുക്കിനി കൈയൊന്ന് കഴുകിയിട്ട് അടുത്ത പുളിയൊന്ന് ഞെരടി നോക്കാം. അതിനകത്തുനിന്ന് അങ്ങനെ ഒരു കളറും വരുന്നില്ല. ആ പുളിയുടെ തനതായ ഒരു ചെറിയ കളറ് വരുന്നുണ്ട്. പുകയിട്ടതാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ വരാനൊരു സാധ്യതയുമില്ല. ഞാനും നേരത്തെ വീട്ടിൽ കുടപ്പുളി ഉണ്ടായിരുന്നപ്പോൾ പുകയിട്ട് ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആ വെള്ളവും മാറ്റി വീണ്ടും ഒരു ട്രിപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. 2ലും ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ഗതി അത് തന്നെ, കളർ ഇളകിക്കൊണ്ടേയിരിക്കുന്നു. ഈ പുളിയിട്ട് നമ്മൾ കറി വെച്ച് കൂട്ടിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. ഇത് കറിയിലിട്ടാൽ തന്നെ കറി കറുത്തു പോകും. അതുമാത്രമല്ല, അതിനേക്കാളുപരി നമുക്ക് എന്ത് അസുഖമാണ് പിടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് കുടപ്പുളിയൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വാങ്ങിച്ചുപയോഗിക്കണം.
ഞാനിത് ഒരമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു വഴിയോര കടയിൽ നിന്നും വാങ്ങിയതാണ്. അവിടെ കുടപ്പുളിയും വാളംപുളിയും ഒക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ച് വാങ്ങിയപ്പോഴാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. അവരും ഇത് എവിടെ നിന്നെങ്കിലും വാങ്ങി വെച്ചതായിരിക്കുമല്ലോ. ഇതിനി ഏതെങ്കിലും പ്രത്യേക രീതിയിൽ ഉണക്കിയത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.